ജനങ്ങൾക്ക് പ്രയോജനപ്പെടാതെ ഹൈറേഞ്ചിലെ കുടിവെള്ള പദ്ധതികൾ ജലജീവൻ മിഷൻ പൈപ്പിടിയിൽ ആരംഭിച്ചിട്ട് 2 വർഷം കഴിയുന്നു. വീടുകളിലേക്ക് പൈപ്പിടിയിലാണ് ഇപ്പോൾ നടന്നുവരുന്നത്. കുടിവെള്ളം എത്തിക്കുവാൻ അഞ്ചുരുളിയിലെ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ സ്ഥലമെടുപ്പ് പൂർത്തിയാക്കിയതല്ലാതെ ഒരു നടപടിയും പിന്നീടുണ്ടായിട്ടുമില്ല. ജലജീവൻ മിഷൻ 2025 ഓരോ കുടുംബത്തിലും കുടിവെള്ളം എത്തിക്കുമെന്നായിരുന്നു വാഗ്ദാനം നൽകിയിരുന്നത്. ഹൈറേഞ്ചൽ വാട്ടർ അതോറിറ്റികളുടെ പദ്ധതികൾ ഏറ്റെടുത്തും പുതിയ പദ്ധതികൾ ആരംഭിച്ചുമാണ് കുടിവെള്ളം എത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചത്. 7 പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ തിരഞ്ഞെടുത്തത് അഞ്ചുള്ളിയെയാണ്. എന്നാൽ പദ്ധതി ആവിഷ്കരിക്കേണ്ട ഭൂമി സ്വകാര്യ വ്യക്തിയുടെ കൈവശമായിരുന്നു. നിയമ നടപടിയിലൂടെ ഈ ഭൂമി ഏറ്റെടുക്കുകയും ചെയ്തു. പഞ്ചായത്തുകളിൽ വിവിധ ഏജൻസികൾ പൈപ്പിടിയിൽ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ പദ്ധതിക്കായി ഏറ്റെടുത്ത ഭൂമിയിൽ മറ്റൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. വിതരണ പൈപ്പുകൾ സ്ഥാപിക്കുന്നത് പൂർത്തിയാക്കിയ പഞ്ചായത്തുകളിൽ വീടുകളിലേക്ക് പൈപ്പിടിയിൽ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ എവിടെ നിന്ന് വെള്ളം എത്തിക്കുമെന്ന് ഇവർക്കാർക്കും അറിയില്ല. എന്നുള്ള നിലയിൽ വിവിധ പദ്ധതികൾ ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടെങ്കിലും കുടിവെള്ളം പോലുള്ള പദ്ധതികളെല്ലാം ഇന്ന് അവതാളത്തിലാണ്. നമുക്കറിയാം, ഏറ്റവും കൊട്ടിഘോഷിച്ച് നടത്തിയ ജൽജീവൻ മിഷന്റെ പദ്ധതി കുറേ പൈപ്പുകൾ ഇട്ട് പോയതൊഴിച്ചാൽ വേറെ യാതൊരു ക്രിയാത്മകമായ പരിപാടികളും നടക്കുന്നില്ല. അതിൻ്റെ കുറേ ഫണ്ടുകൾ മാറിപ്പോയി. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും കെടുകാര്യസ്ഥത ഇതിനകത്ത് നമുക്ക് വളരെ സ്പഷ്ടവും വ്യക്തവുമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കുറെ പൈപ്പിടുകയും ഗതാഗത യോഗ്യമായ റോഡ് തകർക്കുകയും മാത്രമാണ് നടക്കുന്നതും. ഇപ്പോൾ റോഡ് കുറുകെ മുറിച്ച് വീടുകളിലേക്ക് പൈപ്പിടിയിൽ നടന്നു വരികയാണ്. ഇതിനായി ലക്ഷങ്ങളാണ് ചിലവിടുന്നത്. ഗ്രാമീണ റോഡുകൾ പൈപ്പിട്ട് സഞ്ചാര യോഗ്യമല്ലാതാക്കി മാറ്റുകയും ചെയ്തു. ജലജീവൻ പദ്ധതിയും പൈപ്പിടിയിൽ കൊണ്ട് അവസാനിക്കുന്ന അവസ്ഥയിലാണ്. ആനയെ മേടിക്കാതെ തോട്ടി ആദ്യം മേടിച്ചതുപോലെയാണ് ജലജീവന്റെ നടപടി. വെള്ളമില്ലാതെ കോടികൾ എന്തിനു ചെലവഴിക്കുന്നു എന്ന ചോദ്യവും ഉയരുകയാണ്. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.